Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത് ഫ്രൈ ചെയ്യാതെ സ്റ്റീം ചെയ്തിട്ടാണ് ഈ ഒരു സ്നാക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂട്ടത്തിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോ റെഡിയാക്കി എടുക്കണം. നമ്മൾ കുബൂസിനൊക്കെ കുഴക്കുന്ന പോലെ ഒരു ഡോ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഈസ്റ്റ് ഞാൻ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലാണ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ ഈസ്റ്റിന് 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ഈസ്റ്റ് പൊങ്ങി കിട്ടും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെക്കാം. അപ്പോഴേക്കും നന്നായിട്ട് അത് പൊങ്ങി വന്നോളും. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും തന്നെ നമ്മൾ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്, മൈദമാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആട്ടപ്പൊടിയിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രമല്ല നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാല് നല്ലോണം തിളപ്പിച്ചിട്ട് ഞാൻ ചൂടോടുകൂടി എടുത്തിട്ടില്ല പാലാണിത്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം വേണം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദമാവിന് ഞാൻ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മൾ നേരത്തെ ഈസ്റ്റിൽ ആ ഒരു പൊങ്ങാൻ വെക്കുന്ന സമയത്ത് അതിൽ 3/4 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ഈസ്റ്റ് പൊങ്ങാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ പാലും ഈ ഒരു ഈസ്റ്റിൻ്റെ മിക്സും കൂടി ആകുമ്പം നമുക്ക് ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അധികം പാൽ ഇതിൽ ചേർക്കണമെന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മളെ കയ്യിൽ ഒട്ടാത്ത വിധത്തിലാവുന്നത് വരെ നമ്മളിത് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആവും ഇങ്ങനെ നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂറേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു പാകത്തിന് പൊങ്ങിക്കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് അതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടി കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ മൈദമാവ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂൺ കടലപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇതിന് കോട്ട് ചെയ്തെടുക്കാം നമ്മളുടെ ചിക്കനെ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ ഇന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കന് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുക്കാം.
അപ്പോൾ ഇത് നമ്മളുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതാണ്. ഇനി നമ്മൾ ഓരോ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മസാല നമ്മളുടെ ചിക്കനിൽ നിന്ന് വിട്ടുപോയിട്ട് വേറെ തന്നെ ആയി വരും. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ചിക്കനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫ്രൈ ചെയ്യണമെന്നില്ല. നമ്മൾ നോർമലായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം ഞാൻ ഓയിലിൽ നിന്ന് മാറ്റട്ടെ. അപ്പോൾ ചിക്കനിൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഓയിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മളുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസും ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി രണ്ടും. എന്നിട്ട് വീണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനിൽ ഈ ഒരു സോസ് എത്തുന്ന വിധത്തിൽ നമ്മളിത് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു മാവ് റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇത് ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ രണ്ടും വേറെ സെപ്പറേറ്റ് ആയിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു 1/2 ഇഞ്ച് കട്ടിയിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ടോ നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസിനും ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മടക്കുന്ന സമയത്ത് നമ്മളിത് സ്റ്റീം ചെയ്യുന്നതല്ല. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഉള്ളിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേരെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ഓരോന്നിനെയും ഇതുപോലെ മേലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി ഇതുപോലെ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഓയിൽ തടവിയതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റീം ചെയ്യാനല്ല പോകുന്നത്. അപ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണിത്. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ മൊത്തത്തിൽ നമുക്ക് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീമറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 12 മിനിറ്റ് മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ ഒരു 12 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ കുറച്ച് കേബേജും കക്കിരിയും അതുപോലെ ഉള്ളിയും ഉണ്ട്. പിന്നെ നമ്മൾ മയോണൈസും കെച്ചപ്പും കൂടിയിട്ടുള്ള ആ ഒരു സോസും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സോസ് നമ്മൾ ഈ ഒരു സ്നാക്സിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. സോസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കേബേജും പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ ഒരു 2-3 പീസ് കക്കിരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് മയോണൈസിൻ്റെ ആ ഒരു സോസും കൂടി ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൈറ്റ് എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.